വൻ കോമഡിയാ. ഇവരുടെ ബിഹൈൻഡ് ദ സീൻസ് കണ്ടാൽ അറിയാം. ഈ പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് പറഞ്ഞ കറക്റ്റാ. അടി ഉണ്ടാക്കിയിട്ടായിരിക്കും റീല് പുറത്ത് വരുന്നത്. പക്ഷെ റീല് കാണുമ്പോ എന്ത് കെമിസ്ട്രി. ഇപ്പഴത്തെ ഇവിടെ യുദ്ധം നടന്നിട്ടുണ്ടാവും. ഇംഗ്ലീഷിൽ പറയൂ, അതുകൊണ്ടൊരു ഗുണമുണ്ട്. പ്രസിഡന്റ് ഇംഗ്ലീഷ് അറിയാത്തോണ്ട് മനസ്സിലാവില്ല. സ്വപ്നത്തെ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. വീട്ടിൽ ഒതുങ്ങി കൂടുന്നൊക്കെയാണ് ഞാനൊക്കെ വിചാരിച്ചത്. ഈ ഡാൻസ് ക്ലാസ്സിൽ വന്നപ്പോഴും ഇത്രയൊന്നും ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നു വിചാരിച്ചിട്ടില്ല. ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഇവർക്ക് ആർക്കും ഇത്ര ഭംഗിയൊന്നും ഇല്ലായിരുന്നല്ലേ പ്രജിറ്റ? ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും സുന്ദരികളായി. ഞാൻ കൃഷ്ണനായതിനു ശേഷം കൃഷ്ണനും തെറിയൊക്കെ തുടങ്ങി. എന്റെ കൈ പിടിച്ച് എന്നോട് സംസാരിച്ച എന്താണെന്നറിയോ? ഞാൻ എന്താ ചെളുക്ക എങ്ങോട്ട് മാറിക്കുന്ന ചീത്ത കേട്ടിട്ടാന്നറിയാം റീൽ എടുക്കുന്നത്. നീ ഉദ്ദേശിക്കുന്ന ഒന്നും അതിലില്ല. ഞാൻ ഉള്ളിലും പ്രാഗി കൊണ്ട കാണുമ്പോൾ ഒരു ഐശ്വര്യമാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല. ആള് ഭയങ്കര ബിസിയാണ്. പണ്ടത്തെ മാതിരി വിളിച്ചാൽ ദേഷ്യാണെങ്കിലും സ്നേഹമാണെങ്കിലും അത് നല്ല ഫുൾ 100% എക്സ്പ്രസ് ചെയ്യും. അത് എല്ലാവർക്കും അങ്ങനെ പറ്റില്ല. ഇതിപ്പോ കരുതില്ല. നന്ദനാണ്. നന്ദനല്ലേ പേര്? ഒരച്ഛനോട് കൂടെ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് പ്രജിന്റെ അടുത്ത് പറയാം. അപ്പൊ എപ്പോഴും പ്രജിൻ എന്നോട് മക്കളെടുത്ത് അങ്ങനെ നിൽക്കണം, എന്നാലും നമുക്ക് അവരെന്താ എങ്ങനെയാന്ന് അറിയാൻ പറ്റുള്ളൂ. പ്രണതിയല്ലേ പ്രജിൻ സാറിനോട് ഡാൻസ് ചെയ്ത് ഇപ്പോഴും ആൾക്കാർ എന്താ അറിയുന്നത് സാർ ത്രൂ ആണ്. സോ പ്രജിൻ ഭയങ്കര കെയറിംഗ് ആണ്. പിന്നെ അത് മാത്രമല്ല മൈൻഡ് റീഡ് ചെയ്യാനുള്ള ഭയങ്കര ഒരു കഴിവുണ്ട്. നമ്മൾ വിചാരിക്കും ഇന്ന കള്ളത്തിലൊക്കെ പറഞ്ഞ് പ്രജിനോട് പറയാം, അത് അപ്പ തന്നെ കണ്ടുപിടിക്കും. വഴക്കുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ വഴക്ക് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും സ്നേഹിക്കാനും അറിയാം. അതുപോലെ തന്നെ നമ്മൾ കെയർ ചെയ്യുന്ന ഒക്കെ ഒരേ ലെവലിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പെണ്ണുങ്ങളല്ലേ, നമുക്ക് പൊട്ടില്ലേ? ഒരു ടീച്ചറിനോട് തോന്നുന്നത് പോലെയല്ലേ ഇത് പറയും. പക്ഷെ ആൾ ഇന്നേ വരെ ഒരാളെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടില്ല. ഇത്രയും ലേഡീസിനെ ഹാൻഡിൽ ചെയ്തിട്ടും ഇനിയിപ്പം എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. പൈസ ഒന്നും ഉണ്ടാവില്ല. ഒരു 500 rupees എടുത്തു കൊടുത്തേ. അത്രയൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാൽ ഒരു ക്ലാസ്സിന് മാറ്റും. ആള് ഫുഡ് പോലും ചിലപ്പോൾ കഴിക്കില്ല. ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മ പണ്ടിന്റെ കഴിച്ചു വിഷയമാണ്. അപ്പൊ എനിക്ക് ഇപ്പം പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, ഞാൻ പറയുന്ന ഇവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. ബട്ട് ഐ ട്രൈ ടു കൺവേ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ മലയാളമേ പറയാറുള്ളൂ. മൊമെന്റിൽ പറയണമെങ്കിൽ ചേട്ടൻ ഭയങ്കര ലക്കിയാ, ബിക്കോസ് യു ഗോട്ട് ഹെർ. ഇന്റർവ്യൂസിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് സാറിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ്. അപ്പൊ അതിന്റെ നെഗറ്റീവ്സ് വളരെ കുറവാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ വിഷമിച്ചിരിക്കാല്ലേ, നമുക്കൊന്ന് ഓണാക്കാൻ വേണ്ടിയിട്ട് സാറിന്റെ ഓരോ പോസിറ്റീവ്സ് ഓരോരുത്തർ വെച്ചൊന്ന് പറഞ്ഞു. എന്റെ പൊന്നു എടാ അപ്പുക്കുട്ട ഓവറാക്കി ചളവാക്കണ. ഇനിയിപ്പൊ ഞാൻ ടെൻഷൻ ആയതിനെ കൊണ്ട് വല്ലാതെ ഓവറാക്കരുത്. ഉള്ളത് പറഞ്ഞാൽ ഞാൻ ഓക്കെ ആയി. സജിമോൾ ഇതുവരെ മിണ്ടിയിട്ടില്ല കേട്ടോ. വന്നിട്ട് MD ഒന്നും പറയുന്നില്ല. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും വലിയ ഭയങ്കര എല്ലാവരോടും ഒരു പാവം തോന്നുക. ഇപ്പം വലിയ പോസിറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ എല്ലാവരോടും അയ്യോ പാവം തോന്നുന്നൊരു ഭയങ്കര ഒരു ഫീൽ ഉണ്ട്. അപ്പൊ നമ്മളൊരു ഞങ്ങളുടെ അധികം ഉണ്ടാവും പല കാര്യങ്ങളും, പല ബിസിനസ് കാര്യം ഞങ്ങൾ രണ്ടും ഒന്നിച്ചുണ്ടാവും. അപ്പൊ ഒരു പുറത്ത് ഏതെങ്കിലും ഒരാൾ അയ്യോ വയ്യ എന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല. ഒരു 500 rupees സജിമോളെ അതെടുത്ത് കൊടുത്തേ, അതെടുത്ത് കൊടുത്തേ, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ദൈവം തരും. അതാണ് എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവ്. അതിനാണ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ആയിട്ടുള്ളത്. എന്താ വെച്ചാൽ ആ ഒരു പാവം തോന്നലാണ് നമ്മളൊക്കെ ഈ ലെവലിൽ എത്തിച്ചിട്ടുണ്ടാവുക. നമുക്ക് ഇനിയും എന്താ പറയാ മുന്നോട്ടുള്ള ഒരു ശക്തിയും അത് തന്നെയാണ്. നമുക്ക് എല്ലായിടത്തും നിന്നുള്ളൊരു അനുഗ്രഹമാണ്. എല്ലാവരെയും സന്തോഷം, എല്ലാവരെയും സ്നേഹം പ്രജിൻ വഴി എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു നിമിത്തം മാത്രമേ ഞാനായിട്ടുള്ളൂ. പക്ഷെ പ്രജിൻ്റെ ആ പോസിറ്റീവാണ് എല്ലാത്തിനും പോസിറ്റീവായത്. പ്രജിന് ഒരുപാട് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരും കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചു. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമില്ലേ, ഭക്ഷണം കഴിച്ചോ ചോദിക്കും, ഫുഡ് കഴിച്ചോ ചോദിക്കും. പിന്നെ അതേമാതിരി നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിച്ചു പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഒരുപാടുണ്ട്. വളരെ ചെറുതാ ഞാൻ പറഞ്ഞത്. നിനക്കൊന്നും പറയാനില്ല. എന്താ ഓക്കെ അല്ലേ, ഒരു വിഷയമില്ല. എല്ലാവർക്കും പറയാനുള്ളത് പോലെ തന്നെ ഡെഡിക്കേഷൻ ഭയങ്കരമാണ്.
9 മണിക്ക് ട്രെയിൻ എന്നുണ്ടായിരുന്നു. 8:30 വരെ സുംബ ക്ലാസ് ആണ്. അത് ഒരു ക്ലാസ് പോലും സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റി വെക്കുന്നില്ല. എന്തെങ്കിലും ഒരു അത്രയൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാൽ ഒരു ക്ലാസ് ഒക്കെ മാറ്റിയിട്ടുള്ളൂ. ആള് ഫുഡ് പോലും ചിലപ്പോൾ കഴിക്കില്ല. ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ബണ്ണ് കടിച്ചു പിടിച്ചുകൊണ്ടാണ് സുംബ ക്ലാസ് ഒന്ന് ഫിനിഷ് ചെയ്തത്. വീട്ടിൽ പെട്ടെന്ന് കുളിച്ച് ആ ടൈം ഒന്നും നോക്കാണ്ട് ആളുടെ ട്രെയിനോ കാര്യങ്ങളോ ഒന്നുമല്ല, ക്ലാസ് കണ്ടിന്യൂ ചെയ്യുക, അതിനുള്ള കാര്യങ്ങൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ഞങ്ങളാണ് എൻ്റെ ഇവിടുത്തെ ബെസ്റ്റ് ഫ്രണ്ടാണ് ലിതു. ഞാനും അവളും കൂടെ ഫുൾ ടൈം വരും. അപ്പോൾ അവള് എൻ്റെ അടുത്ത് വിളിച്ചു ചോദിക്കും, എടീ ഒന്നും കഴിച്ചിട്ടില്ല, ട്രെയിൻ കയറി പോവല്ലേ, എന്താ ചെയ്യുക? അപ്പം ഞാൻ വിളിക്കുമ്പോൾ കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം എന്ന് പറയും. ഡാൻസ് ക്ലാസ് വിട്ടൊരു പരിപാടിയില്ല, ബാക്കിയൊക്കെ സെക്കൻഡ്. ഒരുപാട് പറയുന്നുണ്ട്, പറഞ്ഞതുകൊണ്ടൊന്നുമില്ല. എല്ലാവർക്കും അവസരം കൊടുക്കാം. ഞാൻ ആക്ച്വലി ഇതിൽ കുറച്ചായിട്ടേ ഉള്ളൂ, ഒരു 8 months ആയിട്ടേ ഉള്ളൂ. സോ ഞാൻ പണ്ടും ഡാൻസർ ആയിരുന്നു, പല ഇതിൻ്റെ കൂടെയും സാറിൻ്റെ അടുത്തും ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും ഒരു വലിയ ബ്രേക്കിന് ശേഷം സാറാണ് എനിക്കൊരു സ്റ്റേജ് തന്നത് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര കാര്യമാണ്, അത്രയും എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടീവാണ് സാറ്. ഭയങ്കര കാര്യം, ദൈവത്തിന് പോലെയാണ്. കാരണം അത്രയും ഒരു വലിയൊരു ബ്രേക്കിന് ശേഷമായിരുന്നു കേട്ടോ. ഇപ്പോഴും പുറത്തു പോകും, ഞാൻ ഇത്രയും നാളെ ഡാൻസ് ചെയ്തെങ്കിലും ഇപ്പോഴും പുറത്തു പോകുമ്പോൾ ആൾക്കാർ പ്രണതിയല്ലേ, പ്രജീൻ സാറിൻ്റെ കൂടെ ഡാൻസ് ചെയ്തതിൽ ചോദിക്കുന്നത് ഇപ്പോഴും ആൾക്കാർ എന്നെ അറിയുന്നത് സാറ് ത്രൂ ആണ്. സോ എന്നും ആ ഒരു നന്ദി എൻ്റെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. താങ്ക് യു സാർ. എല്ലാവരെ കൊണ്ടും ഡാൻസ് ചെയ്യിപ്പിക്കും. അതിപ്പോൾ ഡാൻസിങ്ങിന് ഭയങ്കര കഴിവുണ്ടാവണം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരെ കൊണ്ടും ഡാൻസ് ചെയ്യിപ്പിക്കും. പിന്നെ അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. പ്രജീൻ കുട്ടികൾക്ക് ഡാൻസ് ക്ലാസ് എടുക്കുന്നത്, എൻ്റെ മോളെ പഠിപ്പിക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. അവർക്ക് ഡാൻസ് മാത്രമല്ല, ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, ഡാൻസ് സ്റ്റെപ്സ് മാത്രമല്ല ഇവിടെ പഠിപ്പിക്കുന്നത്, ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിക്കും അവരുടെ എന്താ പറയുക, കാഴ്ചപ്പാടും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ രീതിയിലൊക്കെ ആ മക്കളിലൊക്കെ ആ വ്യത്യാസം കാണാറുണ്ട്. ഞാനിവിടെ 8 years ആയി. ഞാൻ വരാനുള്ള ഒരേ ഒരു കാര്യം സാർ എനിക്ക് തരുന്ന റെസ്പെക്റ്റ് ആണ്. ആസ് എ വുമൻ എനിക്ക് ഇത്രയും റെസ്പെക്റ്റ് ഒരാളിൽ നിന്നും കിട്ടിയിട്ടില്ല. പിന്നെ സാറിൻ്റെ ഡെഡിക്കേഷൻ. ഇപ്പം ഏത് ഡാൻസ് ഞാൻ കുറേ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ 5 to 6 1 hour ആണ് ക്ലാസ്. പക്ഷെ സാർ അങ്ങനെയല്ല, ഞങ്ങളെ എത്ര പഠിപ്പിക്കാനും തയ്യാറാണ്. എത്ര സംശയം ചോദിച്ചാലും ക്ലിയർ ചെയ്തിട്ട് ഞങ്ങളുടെ ക്ലാസ്സിന് വിടുള്ളൂ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ആസ് എ ലേഡി എനിക്ക് ഇത്രയും റെസ്പെക്ട് വേറെ ഒരു ഡാൻസ് ക്ലാസ്സിനും കിട്ടിയിട്ടില്ല. എനിക്ക് ഫുൾ പാക്കേജ് ആണ്. സാറ് എക്സ്പ്രസ് ചെയ്യുന്ന സ്റ്റൈൽ, ഇപ്പൊ ദേഷ്യാണെങ്കിലും സ്നേഹമാണെങ്കിലും അത് നല്ല ഫുൾ 100% എക്സ്പ്രസ് ചെയ്യും. അത് എല്ലാവർക്കും അങ്ങനെ പറ്റില്ല. ഇതിപ്പോ കരുന്നില്ല, അത് ഭയങ്കര അത് പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എക്സാക്ട്ലി. ഇപ്പൊ നമ്മൾ പറയുന്നില്ലടാ, ദേഷ്യം ഉണ്ടെന്ന് പറയുമ്പോൾ ആളുകൾ ഭയങ്കര ദേഷ്യക്കാരെന്നുള്ള രീതി കാണും. പക്ഷെ ആളുടെ എല്ലാ ഫീലിങ്സും അങ്ങനെയാണ്. സങ്കടം വന്നാൽ കരയും, ദേഷ്യം വന്നാൽ ദേഷ്യം പിടിക്കും, ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കും. ഒന്നിനും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നൊരു ക്യാരക്ടർ ഇല്ല. ഭയങ്കര ജെന്യുവൻലി ഓപ്പൺലി എക്സ്പ്രസ് ചെയ്യുന്ന ടൈപ്പ്. അയ്യോ അമ്മയ്ക്ക് ദേഷ്യത്തിന് ദാ പോലും ഇല്ല അമ്മയ്ക്ക്. ശരി, അമ്മയുടെ സ്നേഹം, അമ്മയാണ് ഇങ്ങനെ ഭയങ്കര ലവ് ഇങ്ങനെ ചൊരിയുന്ന അമ്മയാ. ഡാഡിയുടെ ദേഷ്യം കിട്ടിയേക്കുന്നത് സ്ട്രോങ് ആണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ കുറെ ഇടയ്ക്ക് ഒരു ട്രോളൊക്കെ വന്നിരുന്നു, ദേഷ്യാണ് തല്ലിയ കഥയൊക്കെ പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ഫുൾ ട്രോളുകളാണ്. ക്ലാരിഫിക്കേഷൻ കൊടുക്കാനുണ്ട്, അറിയത്തില്ല. പക്ഷെ അതിപ്പോഴും ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, വഴക്കുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ എന്താണെങ്കിലും ഏത് ജീവിതത്തിൽ അതില്ലാതിരിക്കുക. ഈ പറയുന്ന ആളുകളുടെ എല്ലാവരുടെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ടാവാം. വൺസ് ആ വഴക്കുകളിൽ കൂടുതലായിട്ട് നമ്മൾ പറ്റുന്നില്ല എന്നൊരു സ്റ്റേജ് വരുമ്പോഴാണ് ബന്ധങ്ങൾ നിലനിൽക്കാതെ ആവുക. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ അടി കൂടി, അവർക്ക് അടി മാത്രമാണ് അവരുടെ ലൈഫെങ്കിൽ ഒരിക്കലും അത് കണ്ടിന്യൂ ആവില്ല. സോ അത് ഡിവോഴ്സ്ഡ് ആവും അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ഞങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് ആ വഴക്കിനേക്കാളും ഉപരി ഒരു സ്നേഹം ഞങ്ങൾക്കിടയിലുണ്ട്. വഴക്കുകൾക്കല്ല ഞങ്ങൾക്ക് പ്രയോറിറ്റി ഉള്ള. വഴക്കുകൾ ഉണ്ടാവും, സ്നേഹത്തിലുണ്ടാവുന്ന തട്ടലും മുട്ടലും പ്രശ്നങ്ങളും എല്ലാ ജീവിതത്തിലും പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. സ്റ്റിൽ ഐ എം ടെല്ലിങ് ദാറ്റ്. അതിൽ ഒരു മാറ്റവും ഇല്ല. അതൊക്കെ ഓവർകം ചെയ്തു. അന്നത്തെ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ ഹാപ്പിയായി ജീവിക്കുന്നു. ഇന്നും ഞങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട്. സംസാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ.
ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഹാപ്പി അല്ലടാ, അത്രേ ഉള്ളൂ. അതിലപ്പുറം ഒന്നുമില്ല. പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറയണോ അതവരെ പറയട്ടപ്പാ, നമുക്കിപ്പോ എന്താ, നമ്മൾ ഹാപ്പിയാണ്. പോകുന്നിടത്തോളം കാലം ഞങ്ങൾ ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് പോകും. ദാറ്റ്സ് ഇറ്റ്. ഒരു കാര്യം പറയട്ടെ, ഇവിടെ വന്നാലേ സേഫ് ആണ്, പേടിക്കണ്ട. ഏത് പാതിരാത്രി കാലത്തുള്ള ഒറ്റയ്ക്ക് വന്ന് ഡാൻസ് കളിച്ചു പോകാം സാറിന്റെ കൂടെ, ഒരു പ്രശ്നമില്ല. ഇല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഇത്ര നാളായിട്ട് സാറിന്റെ അടുത്ത് ചേട്ടൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇവര് പറയുകയാണെങ്കിൽ പിന്നെ ആരാ അതിന് എക്സ്പ്ലനേഷൻ തരണ്ടേ? ഇവരല്ലേ ഇത് പറയുന്ന ആൾക്കാർ. ഇവര് സേഫ് ആണ്. ഇത്ര 8 വർഷമായി. ചേച്ചി എത്ര 8-9 വർഷമായില്ലേ? ഞാൻ ഒരു കൊല്ലമായിട്ടുള്ളൂ, അതിൽ 3 months ക്ലാസ്സിന് വന്നിട്ടുള്ളൂ. അല്ല, അവളുടെ കേസ് ഇത് തന്നെയാണ്. അവൾ ദുബായിലുള്ളത്. ഇത് റംന പറഞ്ഞ വരുന്നത്. അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ 8 വർഷം, ഇപ്പൊ കുറെ പേര് അത് പറഞ്ഞു 8 വർഷമായിട്ടുണ്ട്. അങ്ങനെ നിക്കണമെങ്കിൽ അപ്പൊ അവരാണ് പറയേണ്ടത് ഇവിടെ സേഫ് ആണോ, ഇവിടെ എങ്ങനെയാണെന്ന് പറയാനുള്ള റൈറ്റ് കംപ്ലീറ്റ് അവർക്കാ ഉള്ളത്. പുറത്തുള്ള ആൾക്കാരുടെ ജഡ്ജ്മെന്റ്സിനോട് നോ വാല്യൂ. എന്തും പറയാലോ. ഇപ്പൊ ഒരു സ്ക്രീനിലേ കാണുന്നുള്ളൂ. അത് മാത്രമല്ല, വായിൽ നാക്കുണ്ടെങ്കിൽ എന്തും പറയാം, ആർക്കും പറയാം. കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ എന്തും കമന്റ് ചെയ്യാം, എന്തും. ഇപ്പൊ തന്നെ ഞങ്ങളുടെ ആ ഒരു കോൺട്രവേഴ്സി സമയത്ത് എനിക്ക് ഏറ്റവും പെയിനായത് ഞങ്ങൾ പറഞ്ഞല്ല, എല്ലാരെയും കുറിച്ചിട്ടുണ്ടായിരുന്നു. ഓ, ഈ കണ്ട സ്ത്രീകൾ മൊത്തം ഈ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുള്ള രീതിയിലാണ് ആളുകൾ. അപ്പൊ ഒന്നും അറിയാതെ ആൾക്കാർ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഇവിടെ എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ട്, എത്രത്തോളം സേഫ്റ്റി ഉണ്ട്, ഞങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഫാമിലി കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ദിസ് ഇസ് ദ റിയാലിറ്റി ഗൈസ്. അതാണ് ഇവരാണ് പറയേണ്ടത്. പറ്റാത്ത മനുഷ്യന്മാരില്ല. ആദ്യത്തെ സ്റ്റൈലിൽ ചിലപ്പം ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അവരുടെ വഴക്കിന്റെ രീതി ഞാൻ തന്നെ കണ്ടു ഞെട്ടാറുണ്ട്. കാരണം അടിപൊളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് പോകുന്ന രീതി, പ്രശ്നങ്ങളില്ലാത്ത ലൈഫും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ആരുമളുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നോണ്ട് ചിലപ്പോ വെള്ളിയൊക്കെ വീണു. അപ്പൊ അന്ന് ശരിക്കും വെള്ളി വീണു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ സജിമോളെ, എടാ അത് നമ്മൾ ഈ മറ്റേ കാവ്യാത്മകമായി പറയത്തില്ലേ, സാമ്പാർ കിട്ടാത്തതിന് ആരെങ്കിലും കുരിശ് നിർത്തി കൂപ്പിലടിക്കുവോ? ഞാൻ ചുമ്മാ പറഞ്ഞ സാധനമാണ് അത്. ഞങ്ങളെ അത് നമ്മളിങ്ങനെ ഇടത്തില്ലേ വായില്. അങ്ങനെ ഇടുന്ന ഇത് ഇവര് പിടിച്ചെടുത്ത് ഹെഡ്ലൈനും കൊടുത്ത് ഒരു ടാഗ് ലൈൻ ആക്കി എയറിലാവുമ്പോ ഉറങ്ങി എണീക്കുമ്പോ ഞാൻ എപ്പോ ഇതെപ്പോ സംഭവിച്ചു എന്നുള്ള അവസ്ഥയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഈ മൊമെന്റിൽ പറയണമെങ്കിൽ ചേട്ടൻ ഭയങ്കര ലക്കിയാ, ബിക്കോസ് യു ഗോട്ട് ഹെർ. ശരിക്കും കിഡ്സ് ബാച്ചിലേക്ക് വരണം. നമ്മുടെ കിഡ്സ് ബാച്ച് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഫ്രിഡ്ജിൽ എന്താണെന്ന്. ചേട്ടന്റെ ഏറ്റവും വലിയ സപ്പോർട്ടും ആണ് ചേച്ചി. ഇത്രയും എന്താ പറയാ, ഇത്രയും ഒരാളെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ ചേട്ടൻ്റെ ആ ഒരു സ്ട്രെങ്ത്, ഇത്ര നല്ലൊരു ഫാമിലി, അതേപോലെ തന്നെ ചേച്ചി മതിയല്ലോ. അതെ പറഞ്ഞ പുറത്തുള്ള നെഗറ്റീവ്സ് എന്തെങ്കിലും നമുക്ക് ഇഗ്നോർ ചെയ്യാം. പക്ഷെ വീട്ടിലൊരു നെഗറ്റീവ്, വീട്ടിലൊരു നമ്മളെ ഡൗൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലോ. പക്ഷെ അതിനിപ്പോ പറയുന്ന മാതിരി നമ്മളൊക്കെ ഹാപ്പി ആവാൻ കാരണം ആളുടെ ക്യാരക്ടർ കൊണ്ടാണ്. വഴക്കുകൾ ഉണ്ടായാലും നിലനിർത്താനും നമുക്ക് അറിയണം. ആൾക്കത് അറിയാം, എന്ത് എവിടെ പറയണം. പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും സ്നേഹിക്കാനും അറിയാം. അതുപോലെ തന്നെ നമ്മൾ കെയർ ചെയ്യുന്ന ഒക്കെ ഒരേ ലെവലിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പെണ്ണുങ്ങളല്ലേ, നമുക്ക് പൊട്ടില്ലേ. ഞങ്ങൾ ഫസ്റ്റ്, പക്ഷെ ഞങ്ങൾ കെയർ ചെയ്യാൻ പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഏത് രീതിയിലാണെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഭാര്യയ്ക്ക്, ഫ്രണ്ട്സിനുള്ള ഫ്രണ്ട്സിന്, സ്റ്റുഡൻസിനുള്ള സ്റ്റുഡൻസിന്, എല്ലാവരും ഈക്വലി ഈ കെയർ ചെയ്ത് ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഈ സൈഡിൽ നിന്ന് പറഞ്ഞോളൂ. ഇത്രയും നേരം അത് കേട്ടില്ലായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോ ഒരു സന്തോഷം. ആ ഫാമിലിയുടെ കറക്റ്റ് ബോണ്ട് റെജിമാമൻ നമ്മളെ കുട്ടികളെ ഗാങ്ങിൽ വരുമ്പോ ആ ഒരു വൈബും അതൊക്കെ അതാണ്. പക്ഷെ ചീത്ത പറയേണ്ട സ്ഥാനത്ത് ചീത്തയും പറയും, എല്ലാം കേൾക്കും ചെയ്യും. എന്താണ് കൂളാക്കി നമ്മളൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ അതെ, ബാലൻസ് ചെയ്യാൻ എന്തപ്പോ പറയാ, എനിക്ക് ഒന്നായിട്ട് കിട്ടുന്നില്ല. ഐ തിങ്ക് ഈ ഫ്രണ്ട്സിന്റെ ഇടയിൽ മാക്സിമം അടി ഉണ്ടാക്കി എന്റെ അടുത്ത് സ്വഭാവമാണ്. ഞാനും ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്. അപ്പൊ അവിടെ പൊട്ടും. Okay, but within like 12 to 24 hours നമ്മൾ സോൾവ് ചെയ്യും അല്ലേ. പിന്നെ ഞാനും പ്രജനും കളിച്ച മോസ്റ്റ് ഓഫ് ദ റൊമാൻറ്റിക് റീൽസിന്റെ എല്ലാരും പറയാറോ നല്ല കെമിസ്ട്രി. മെജോറിറ്റി ഓഫ് ദ റൊമാൻറ്റിക് റീൽസിന്റെ മുന്നേ നല്ല അടി ഉണ്ടാക്കി. തല്ലെന്ന് വെച്ചാല്
കെമിസ്ട്രി അങ്ങനെ ഒരു കെമിസ്ട്രി അവിടെ അത് ശാലു ഒന്നും പറഞ്ഞില്ലേ, ഇവര് മറ്റേ സോങ് ചെയ്തില്ലേ, വൈശാഖ സന്ധ്യ റീക്രിയേറ്റ് ചെയ്ത് ചെയ്തായിരുന്നു. അപ്പൊ ഞാനിത് കണ്ട് എനിക്ക് കുരുവൊട്ടി. അല്ല, നാച്ചുറലി ഞാൻ അവളോട് പറയും, അങ്ങനെ തന്നെ പറയും. അപ്പൊ ഞാൻ ശാലിനെ വിളിച്ചില്ല, ശാലു പറഞ്ഞ എന്നെ ഇങ്ങോട്ട് വിളിച്ച്, എടോ ഈ കണ്ടോ എന്ന് വെച്ചാൽ അവർ കണ്ടോ, എങ്ങനെ നിനക്ക് ഫീൽ ചെയ്തോ? അപ്പൊ ഞാൻ പറഞ്ഞു ലൈറ്റ് ആയിട്ട്. അപ്പൊ എന്നോട് പറയാം, മോളെ ആ സമയത്തിന്റെ കൈ പിടിച്ച് എന്നോട് സംസാരിച്ച എന്താണെന്നറിയോ? ഞാൻ എന്താ ചെളുക്ക ഇങ്ങോട്ട് മാറിക്കുന്നു, ചീത്ത പറയണ ഒരു സൈഡിൽ. എത്ര ചീത്ത കേട്ടിട്ടാന്നറിയാം റീൽ എടുക്കുന്നത്. നീ ഉദ്ദേശിക്കുന്ന ഒന്നും അതിലില്ല. ഞാൻ ഉള്ളില് പ്രാഗ് കൊണ്ടാൽക്കാലം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ അതെ. എന്നിട്ട് അവള് പറയാ, ഞാനത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ചിരിക്കുമ്പോഴേക്കുള്ളിൽ കലമോടാ വേഗം എടുക്കാന്നുള്ള രീതിയായിരുന്നു നീ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം. പക്ഷെ അവളെന്നെ പറഞ്ഞേടാ, പക്ഷെ എടുത്തു വന്നപ്പോ എന്തൊരു കെമിസ്ട്രി, ഞാൻ തന്നെ ഞെട്ടിപ്പോയി കണ്ടിട്ട്. അതിന്റെ ബിഹൈൻഡ് സീൻസ് കാണണം. ഞാൻ ശരിക്കും കണ്ട, ഞാൻ ചിരിച്ച് ചത്തില്ല എന്നുള്ളൂ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ബീച്ചിൽ നിന്നൊക്കെ എന്തൊക്കെയാ ചീത്ത കേൾക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റെന്തൊക്കെയോ പറയില്ലേന്നോ, പാവാട പൊക്ക് പൊക്ക്, മണ്ണിനോട് നടന്നിട്ടില്ല, കാലൊളിക്കാൻ പോയിട്ട് പൊക്കടേ പൊക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനിത് കഴിഞ്ഞ ശീശന് ഇങ്ങനെയായിരുന്നോ. വൻ കോമഡിയാ. ഇവരുടെ ബിഹൈൻഡ് ദ സീൻസ് കണ്ടാലറിയാം. ഈ പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് പറഞ്ഞ കറക്റ്റാ, അടി ഉണ്ടാക്കിയിട്ടായിരിക്കും റീല് പുറത്ത് വരുന്നത്. പക്ഷെ റീല് കാണുമ്പോ ആഹാ എന്ത് കെമിസ്ട്രി. ഇപ്പുറത്തെ ഇവിടെ യുദ്ധം നടന്നിട്ടുണ്ടാവും ഒരു സൈഡില്. പക്ഷെ ഭയങ്കര ടഫാണ്. എല്ലാവരും ഇങ്ങനെ ബീച്ച് നടക്കുന്നത്, എസ്പെഷ്യലി എന്നെ പോലത്തെ ഒരാളെ. എല്ലാവരും ബിഫോർ നല്ല അടിയുണ്ടാക്കി. കാരണം ഞാൻ തെറ്റിച്ചിട്ടുണ്ടാവുമ്പോ എനിക്ക് ദേഷ്യം പിടിക്കും. അതെ, അവളുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നാക്കാണ്. ഭയങ്കര ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഡോക്ടറാണ് കേട്ടോ. പക്ഷേ അതെ, ഇംഗ്ലീഷിൽ പറയൂ, അതുകൊണ്ടൊരു ഗുണമുണ്ട്. പ്രജന്റ് ഇംഗ്ലീഷ് അറിയാത്തോണ്ട് മനസ്സിലാവില്ല. അതെ, അവളങ്ങനെ ഇംഗ്ലീഷിൽ ഒരു മറ്റേ പദ്യം പോലെ അങ്ങോട്ട് പറയും. പ്രജന്റ് ഒന്നും മനസ്സിലാവില്ല, ലാംഗ്വേജ് അറിയാത്തോണ്ട്. അതൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടാണ് പ്രജന്റ് കൂടെ കൂടിയിട്ട് ശരിക്കും മലയാളം പഠിച്ചത്. ഞാൻ മലയാളി അല്ലാത്തത് കൊണ്ടല്ല, എന്റെ എഡ്യൂക്കേഷൻ ഔട്ട്സൈഡ് കേരള ആയിരുന്നു. ആൻഡ് ഇവിടെ ഞാൻ KV പഠിച്ചത്, ഹിന്ദി മീഡിയം. അപ്പൊ ഞാൻ നൈസ് അണ്ടർസ്റ്റാൻഡ് സിറ്റുവേഷൻ. അപ്പൊ എനിക്ക് ഇപ്പൊ പറയുന്ന ഒന്നും മനസ്സിലാവില്ല, ഞാൻ പറയുന്നവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. ബട്ട് ഐ ട്രൈ ടു കൺവേ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഞാൻ മലയാളമേ പറയാറുള്ളൂ. ദിവ്യ മീൻസ് അവൾക്ക് ചീത്ത കേൾക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാല്, അവള് എൻ്റെ ഒരു ബിസിനസ്സിൽ ഞങ്ങളൊരു മൂവി ഒരുമിച്ച് ചെയ്തതിൽ അവളെ ഒരു പാർട്ടായിരുന്നു, ഒരു പ്രൊഡ്യൂസറായിരുന്നു. പിന്നെ മാത്രമല്ല ദിവ്യയാണ് നമ്മളെ ഇൻസ്റ്റഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഒന്നാമത് കോവിഡ് ലോക്ക്ഡൗൺ ആക്ച്വലി പ്രജന്റിന് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അതെ, എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ പറയും, എന്തിനാ ഇത്ര ആൾക്കാർ മതി, എന്നെ എത്ര ആൾക്കാർ കണ്ടാൽ മതി, ഐ ആം ഹാപ്പി വിത്ത് മൈ ടാലന്റ്. പക്ഷെ വെറുതെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓൺ ചെയ്യുമ്പോൾ വെറുതെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയത്. പക്ഷെ ആ ഫസ്റ്റ് 1000 ഫോളോവേഴ്സ് കിട്ടാൻ കഷ്ടപ്പെട്ടത് പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ടിങ് ദിവ്യന്റെ ഭാഗത്തുനിന്നായിരുന്നു. ഇപ്പൊ 1 മില്യൺ ആയില്ലെങ്കിൽ റീച്ച് കുറഞ്ഞു എന്നായിട്ട് തോന്നുന്നു. മിനിമം ഒരു വീഡിയോ കേട്ടിട്ട് മിനിമം ഒരു വീഡിയോ പറയുമ്പോൾ 1 മില്യൺ ഒരു ദിവസം കൊണ്ട് ആയില്ലല്ലോടാ, ഈ റീച്ച് കുറഞ്ഞു ഒരു ദിവസം കൊണ്ട് 1 മില്യൺ. അതെ, തീരെ അങ്കാറില്ല. നമ്മുടെ അടുത്ത സ്ട്രോങ് പില്ലറിനെ കിട്ടിയിരിക്കുന്നു. അതെ, അതുകൊണ്ടാണ്. ഇവിടെ ആരും എപ്പൊക്കെ പുറത്തു പോയി തെറ്റി പോവില്ല, എല്ലാരും തിരിച്ചു ഇവിടെ തന്നെ. ഒരു മാഗ്നറ്റിക് പവർ സാറിന്റെ ഉള്ളിലുണ്ട്. സാറിന്റെ ഉള്ളിലാണോ അല്ലെങ്കിൽ ബീന്റെ ഉള്ളിലാണോ അറിയില്ല, സാറിന്റെ ഉള്ളിൽ ആ ഒരു മാഗ്നറ്റിക് പവർ. പിന്നെ സാറിന് കിട്ടുന്ന ചീത്ത കേട്ടിട്ട് എനിക്ക് കുറവാണ്. പക്ഷെ ഒറ്റ പ്രാവശ്യം കേട്ടിട്ടുള്ളൂ, ആ കേട്ടില്ല ഞാൻ പാറുവാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഫുൾ ഹാൻഡിൽ ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും എല്ലാം. ഞങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തം സോഷ്യൽ മീഡിയ കൺട്രോൾ
കൺട്രോളിങ് പാർവതിയുടെ കയ്യിലാണ്. അത് മാത്രമല്ല ഈ പി സ്കൂളിൻ്റെതും അതെ സ്കൂളിൻ്റെത്, പിന്നെ യൂട്യൂബ് ചാനൽ, നമുക്ക് 2 യൂട്യൂബ് ചാനൽ ഒക്കെ 400K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ യൂട്യൂബ് 2 ചാനൽ. പെട്ടെന്ന് ഓളെ തന്നെ സെറ്റാക്കി ഒറ്റ അടിക്കാൻ ഇപ്പൊ 4 lakh അതെ. കോളേജ് സ്റ്റുഡന്റ് ആണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിനും വേണം പാവം ടൈം. ഞങ്ങളുടെ മൊത്തം കാര്യങ്ങളും നോക്കണം, എന്നിട്ട് വേണം പഠിക്കാൻ. സജിമോളുടെ ഞങ്ങള് 3 കൂടി ആക്ച്വലി തുടങ്ങി. സജിമോളുടെ അനിയത്തി കൂടെ ഇതിന്റെ പിന്നെ ചേച്ചിന്റെ ഒരു ബിസി കാരണം ചേച്ചിക്ക് അധികം ഇൻവോൾവ് ആവാൻ പറ്റില്ല. ചേച്ചിന്റെ മോളാണ്. ആണോ എന്താ ഇപ്പൊ ഞങ്ങളുടെ കൂടെയൊക്കെ നല്ല കമ്പനി ആണെങ്കിലും ആണ്. അപ്പൊ എന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ചീത്തയായിട്ട് ഉപദേശിക്കും. പക്ഷെ എന്താ ഒരു ഫ്രണ്ട്ലി രീതിയിൽ ഉപദേശിക്കും. സാധാരണ ഉപദേശം കേട്ടാൽ അനുസരിക്കില്ല. പക്ഷെ ഈ ഉപദേശം കേട്ടാൽ അനുസരിച്ച് പോകും. സാറ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമുക്കൊരു ടീച്ചറിനോട് തോന്നുന്നത് പോലെയല്ലേ ആണെങ്കിലും എല്ലാം ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയും. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് തന്നിട്ടുണ്ട്. അല്ല, കുഞ്ഞായതുകൊണ്ട് ഞാൻ സഹിച്ചു, കുഴപ്പമില്ല. ടീച്ചർ എന്നുള്ളതിന് ഒരു പാരന്റിന്റെ ഒരു പവർ കൂടെ ഉണ്ടാവാൻ. ഇപ്പൊ എന്റെ മോളാണെങ്കിലും അനീതിന്റെ മോളാണെങ്കിലും ഞങ്ങളോട് പോലും തുറന്നു പറയാൻ പറ്റാത്ത, ഇപ്പൊ ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് നമുക്ക് ആലോചിച്ചാൽ അറിയാം അവര് വളർന്നു വരുന്ന ആ ഒരു സാഹചര്യങ്ങള്, ക്ലാസ്സുകൾ, എന്നോടും അതായത് അച്ഛനോട് കൂടെ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് പ്രജിന്റെ അടുത്ത് പറയാം. അപ്പൊ എപ്പോഴും പ്രജിൻ എന്നോട് മക്കളെടുത്ത് അങ്ങനെ നിൽക്കണം, എന്നാലും നമുക്ക് അവരെന്താ എങ്ങനെയാന്ന് അറിയാൻ പറ്റുള്ളൂ. അവരത്രയും അതാണ് ഒരു മക്കൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രജിൻ അവരെ. അതുകൊണ്ടാണ് അവർ ആ ഫ്രീഡത്തിന്റെ കാര്യം പറഞ്ഞത്. ഞാനൊരു അച്ഛനാണ്. അതുകൊണ്ടാണ് മക്കളെന്ന് വിളിക്കാൻ. ആ പ്രജിൻ മാമ എന്നുള്ള വെളിയിൽ തന്നെ ഉണ്ട് എല്ലാം. ഞാനും പ്രജിമാമെന്നാ വിളിക്കട്ടോ. ഞാൻ ഇപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രജേട്ടോന്ന് വിളിച്ചു. വീട്ടിലൊക്കെ അങ്ങനെ എന്നെ അച്ചുവാണ് തുടങ്ങിയത് പ്രജിമാമ എന്നുള്ള വിളി. അച്ഛൻ ഗോപു അന്ന് തൊട്ട് ഞങ്ങളൊക്കെ പ്രജിമാമനാ, എല്ലാവരുടെയും മാമനാണ്. അപ്പൊ ഞാൻ പാലക്കാട് ആയതുകൊണ്ട് അല്ല, നമ്മൾ തമിഴ്നാട്ടുകാര് മാമാന്ന് വിളിക്കുമല്ലോ. തമിഴ്നാട്ടുകാര് മാമാന്ന് വിളിക്കുമല്ലോ ഹസ്ബൻഡിനെ, മൊറൈ മാമൻ. അപ്പൊ ഞാൻ എന്റെ വീട്ടിലൊക്കെ പോയി വിളിക്കുമ്പോ അവര് വിചാരിക്കുന്നത് ഞാൻ ആ കൾച്ചറിലെ ആളെ ആ രീതിക്ക് റെസ്പെക്ട് ചെയ്ത് വിളിക്കുന്നതാണ്. അതല്ല സംഭവം, ഇതല്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് ശീലായി. പ്രജ്മാമനാണ്. കൃഷ്ണനുമാണ്. അപ്പൊ നന്ദനാണ്. നന്ദനല്ലേ പേര്? താടിയും മീശയും വളർത്തിയ ചേരിപ്പെട്ട കൃഷ്ണൻ, ന്യൂജൻ കൃഷ്ണൻ. അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു കൃഷ്ണന്റെ ഒരു കൊണ്ടല്ലേ ഇല്ലേ? അത് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ട് ശരിക്കും. നമ്മള് നന്ദനത്തിലെ കൃഷ്ണൻ പോയതിനു ശേഷം ഇപ്പോഴത്തെ ട്രെൻഡിങ് കൃഷ്ണൻ എന്താണ്? അതല്ല, ട്രെൻഡിങ് കൃഷ്ണനെ നമുക്ക് കൃഷ്ണനെ കണ്ടാർക്കും പരിചയമില്ലല്ലോ. ആ കാലത്ത് എവിടെ ബാർബർ ഷോപ്പ് ഇത് അടിച്ചുണ്ടല്ലോ നമുക്കറിയില്ലല്ലോ. ഞാൻ കൃഷ്ണനായതിനു ശേഷം കൃഷ്ണനും തെറിയൊക്കെ തുടങ്ങി. ഇപ്പൊ ഞാൻ കുറെ ആൾക്കാർ കൃഷ്ണനായി വന്നതിന് ശേഷം കുറെ ആൾക്കാർ ഭയങ്കര സ്നേഹത്തോടെയൊക്കെ ബിഹേവ് ചെയ്യാനും അതിൻ്റെ ഒരു വേറൊരു റെസ്പെക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. വേറൊരു സ്നേഹമൊക്കെ പുറത്തുനിന്ന് പോകുമ്പോൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ അതൊരു ഭയങ്കര നെഗറ്റീവ്സ് ആൾക്കാർ പറഞ്ഞാൽ ഞങ്ങളിപ്പോ കൃഷ്ണന്റെ അമ്പലത്തിൽ പോവല്ലേ. നെക്സ്റ്റ് പോട്ടെ. എല്ലാ മൈക്കും ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോയി, അങ്ങോട്ട് ആരും ഇല്ലേ? ഇപ്പൊ പറഞ്ഞു പ്രജിന് പെട്ടെന്ന് ദേഷ്യം വരും എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇപ്പൊ നമ്മൾ നിൽക്കിട്ട് പറയും, പക്ഷെ അത് ജസ്റ്റ് സെക്കൻഡ്സ് മാത്രം. പിന്നെ അത് മനസ്സിൽ വെക്കില്ല. അത് മാത്രല്ല, ഇവിടെ ഇപ്പൊ നമ്മൾ ഇത്രയും പെണ്ണുങ്ങളാ ഉള്ളത്.
എന്തായാലും ഒബ്വിയസ്ലി തിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫ്രിഡ്ജിന്റെ അടുത്ത് പോയി ഒരു പെണ്ണ് അത് പറയും, ഇല്ലെങ്കിൽ മറ്റാൾ ഇത് പറയും. പക്ഷെ ആൾ ഇന്നേ വരെ ഒരാളെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടില്ല. ഇത്രയും ലേഡീസിനെ ഹാൻഡിൽ ചെയ്തിട്ടും ഇനിയിപ്പം എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ആളാ മീൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ പറയും, ആ ചെയ്തത് ശരിയല്ല, അത് തെറ്റാണെന്ന് പറഞ്ഞ തിരുത്തല്ലാതെ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കുറ്റം പറയാം, അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഞാൻ തന്നെ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു നമ്മുടെ എല്ലാരും കാണുന്നത് ഒരു ഫാമിലി പോലെയാണ്. ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻസും ആള് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് കുറെ ഹെൽപ്പ് ആയിട്ടുണ്ട്. കാരണം എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ അതൊക്കെ ചെയ്തിട്ട് എനിക്ക് ആ ഒരു പോസിറ്റിവിറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മൊമെന്റ്സിൽ എല്ലാവരും മുന്നിൽ താങ്ക് യു ഫോർ അത് ശാലുവിന്റെ സിസ്റ്റർ ആണ് ലക്ഷ്മി. അതെന്റെ ചേച്ചി. ഞങ്ങളുടെ ചേച്ചി അനീതിയാണ്. ഞാനിവിടെ 7 വർഷമായി ക്ലാസ്സിൽ വരാൻ തുടങ്ങിയിട്ട്. പക്ഷെ വളരെ കുറവായിട്ട് ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്ന സ്റ്റുഡന്റ് ആണ് ഞാൻ. ഏറ്റവും കൂടെ ചീത്തയും കേട്ടിട്ട് ഡെയിലി സ്റ്റെപ്പ് തെറ്റിക്കുന്ന ആളാണ് ഞാൻ. എല്ലാം ഞാൻ അഡ്ജസ്റ്റ് പറയട്ടെ. എന്നിട്ടും എനിക്കാണ് കൂടുതൽ ഫ്രിഡ്ജിൻ മാസ്റ്ററിനേക്കാൾ ഉപരി എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാൻ ആണ് ഇഷ്ടം. കാരണം എല്ലാ കാര്യവും തുറന്നു പറയാനും ഒക്കെ ഒരു ഭയങ്കര കംഫേർട്ടാണ് നമുക്കിത് പറഞ്ഞ മാതിരി തന്നെ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഒരു സജഷനൊക്കെ പറഞ്ഞു തരും. അതുപോലെ ചെയ്യുമ്പം നമുക്ക് റിസൾട്ടും കിട്ടും. അത് ഭയങ്കര ഒരു എനിക്കൊരു കോൺഫിഡൻസ് ആണ്. എല്ലാ കാര്യവും ഒന്ന് ഷെയർ ചെയ്യാൻ ഉള്ളൊരു. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഭയങ്കര ബിസിയാണ്. പണ്ടത്തെ മാതിരി വിളിച്ചാൽ കിട്ടൂല. ബുദ്ധിമുട്ട് മാത്രമേ. വോയിസ് മെസ്സേജ് അയക്കാറില്ല, കേൾക്കുകയില്ല, ടൈപ്പ് ചെയ്യും. അത് വേണമെങ്കിൽ നമുക്കൊരു എസ്സേ മാതിരി അയച്ചാൽ അതും കൂടെ ഇരുന്ന് വായിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇപ്പോഴും. ഭയങ്കര കെയറിംഗ് ആണ് ഞാൻ. ശാലില്ലാത്ത സമയത്ത് ഞാൻ ഫീല് വരുന്ന സമയത്തൊക്കെ ഭയങ്കര കെയറിംഗ്. എനിക്ക് ഒരു എന്നെക്കാളും 2 വയസ്സിന് താഴെയാണ്. പക്ഷെ എനിക്കൊരു നല്ല മൂത്ത ഒരു ആളമാരത്തൊരു പ്രായം കൊണ്ട് ചെറുതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു മുതിർന്ന സ്വഭാവം കൊണ്ട് ഒരു മുതുക്കലാണ്. എന്നെക്കാളൊക്കെ എത്രയോ ചെറുതാണ്. പക്ഷെ നമുക്കതൊരു വലിയൊരു കാരണവരമാരിയാണ്. ആ ശാലുവിന് 44 വയസ്സുണ്ട് ഇല്ലേ? 42 സോറിടാ, 2 വർഷം കട്ട് ചെയ്താ വേണം. അത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് അഭിമാനിച്ചൂടെ ഈ പ്രായത്തിലും? അതല്ലേ വേണ്ടത്. അഭിമാനിക്കും കുട്ടി. പ്രായം കുറയും. എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാനുണ്ട് ആർക്കും എല്ലാവരും ഭയങ്കര ഗ്ലോ ഉണ്ട് എല്ലാവരും. എല്ലാവർക്കും സന്തോഷം. അല്ല ഞങ്ങളൊക്കെ ശരിക്കും ഞങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ഫാമിലിയിലോട്ട് അങ്ങ് ജോയിൻ ചെയ്യട്ടെ. ഓൾവേസ് വെൽക്കം. ഒരു അല്ല ഇതൊക്കെ കാണുമ്പോ എനിക്കും ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വല്ലാത്തൊരാഗ്രഹം. പക്ഷെ ഞാനൊരു പക്ക കോഴിക്കോടുകാരിയാണ്. ആണോ? അപ്പൊ അടുത്ത് നമ്മുടെ പുതിയ സ്ഥാപനത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പൊ ഫസ്റ്റ് സ്റ്റുഡന്റ് ഞാൻ. കുട്ടി വരൂ. വരും ഓഫ് കോഴ്സ്. അടുത്താണ് എല്ലാരും പറഞ്ഞല്ലോ, ഞാൻ എന്ത് പറയുന്നു. എനിക്ക് സാറിനോട് നന്ദിയാണ് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പുറത്തൊരു ഷോയ്ക്ക് പോകുന്നത്. അതൊരു ഏഷ്യാനെറ്റ് ഷോ. അപ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി തന്നത് സാറാണ്. അപ്പോൾ എനിക്ക് സാറിനോട് ഭയങ്കര നന്ദിയുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാനത് കാണുന്നത്. പിന്നെ തന്നെ സാറിനെ പറ്റി എന്താ പറയേണ്ടത്, എല്ലാവരും പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. കാരണം പീല് കയറുമ്പോൾ സാറെ കാണുമ്പോൾ ഒരു ഐശ്വര്യമാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല. എനിക്ക് അത് വെക്കാട്ടോ. നമുക്ക് ഈ പരിപാടി കഴിഞ്ഞാൽ പ്രസന്റ് ബോർഡ് വെക്കാം.
വായിലാക്കുന്നില്ലപ്പല്ലേ. എല്ലാം കഴിഞ്ഞ ഫ്രിഡ്ജിലെ പോസിറ്റിവിറ്റി ഒന്നുമില്ല. എല്ലാവരും പറഞ്ഞ പോലെ പ്രജിൻ ഭയങ്കര കെയറിംഗ് ആണ്. പിന്നെ അത് മാത്രമല്ല മൈൻഡ് റീഡ് ചെയ്യാനുള്ള ഭയങ്കര ഒരു കഴിവുണ്ട്. നമ്മൾ വിചാരിക്കും ഇന്ന കള്ളത്തരൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് പ്രജിനോട് പറയാം, അത് അപ്പം തന്നെ കണ്ടുപിടിക്കും. അപ്പം തന്നെ കണ്ടുപിടിക്കും. ഭയങ്കരമായിട്ട് മൈൻഡ് റീഡ് ചെയ്യാനുള്ള ഭയങ്കര ഒരു കഴിവുണ്ട്. നമ്മളിങ്ങനെ വിചാരിക്കും ഇന്നിപ്പോൾ ഇത് പറയാന്നാല് ലേറ്റ് ആയിരുന്നു ഇപ്പം അങ്ങനെ പറയാം, ഈ കള്ളത്തരം പഠിച്ചു വെച്ച് വരിക. പക്ഷെ അത് അപ്പം തന്നെ പ്രജിൻ കണ്ടുപിടിക്കും. അത് ആ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് വർഷമായിന്ന് പറഞ്ഞില്ലേ. പിന്നെ ഷാജി പറഞ്ഞ മാതിരി എപ്പോഴും പറയും സൂക്ഷിച്ചു പോണേ. ഞങ്ങൾ ഒരുമിച്ചാ പോവാ. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ സൂക്ഷിച്ചു പോണേ, അത് എല്ലാരോടും പറയും. അപ്പൊ ആ ഒരു കെയറിങ് ഭയങ്കര. ഇന്നലെ നീ ലേറ്റ് ആയി വന്ന എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചത് ഈശ്വര പറഞ്ഞില്ലേ അമ്മച്ചനാണ് സത്യം ഉള്ളതാണ് സാറേ എന്നൊക്കെ ബ്രജേട്ട് പറഞ്ഞു ഞാൻ അതൊക്കെ സ്കൂൾ ടൈമില് വിട്ട സീന ഈ മിണ്ടാണ്ട് ക്ലാസ് കയറിക്കോന്ന് പറഞ്ഞു. നീത്ത് പറഞ്ഞ പോലെ എനിക്കൊക്കെ ഇപ്പൊ ഇത്ര ഏജ് ആയി, 41 വയസ്സായി. അപ്പൊ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ ഫ്ലോറും ഈ ഒരു പുറത്തേക്കൊക്കെ മീൻസ് ഇത്രയും വലിയ ചാനലിലൊക്കെ അവസരം വന്നത് സാറിന്റെ അടുത്ത് വന്നതിന് ശേഷം തന്നെ. ഇതൊന്നും സ്വപ്നത്തെ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. വീട്ടിൽ ഒതുങ്ങി കൂടുന്നൊക്കെയാണ് ഞാനൊക്കെ വിചാരിച്ചത്. ഈ ഡാൻസ് ക്ലാസ്സിൽ വന്നപ്പോഴും ഇത്രയൊന്നും ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നും വിചാരിച്ചിട്ടില്ല. അപ്പം എന്നെയൊക്കെ ആരെങ്കിലും ഒരു 5 മണിക്കൂർ യാത്ര ചെയ്ത ഒരാളെങ്കിലും തിരിച്ചറിയാനുള്ള കാരണം പ്രജിൻ സാറാണ്. ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഇവർക്ക് ആർക്കും ഇത്ര ഭംഗിയൊന്നും ഇല്ലായിരുന്നല്ലേ പ്രജിറ്റ? ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും സുന്ദരികളായി. എപ്പോഴും പറയും ഞങ്ങളെ കാണാൻ കളവികളായിരുന്നു. ഇവിടെ വന്നേരും എല്ലാരും ഇവിടെ വന്നേരം ഗ്ലാമർ ആയി പോയി. നമുക്ക് എടുക്കണോട്ടോ അപ്പൊ എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊരു വീഡിയോ. പിന്നെ